ടൗണിൽ നിന്ന് മാറി എങ്കിൽ ടൗണിൽ നിന്ന് അത്ര ദൂരമല്ലാത്ത പരിമിതമായൊരു പ്ലോട്ടാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ വീടിനെക്കുറിച്ച് നമുക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. അത് പല ആർക്കിടെക്ട്സുമായിട്ട് ഷെയർ ചെയ്യുകയും 5-6 പേര് ഞങ്ങൾ കൺസൾട്ട് ചെയ്യുകയും അതിനുശേഷമാണ് അവർക്ക് ഇതിൽ ഇങ്ങനൊരു പ്ലോട്ടിൽ ചെയ്താൽ അത്രയും ലുക്ക് വരില്ല എന്ന് പലരും അഭിപ്രായപ്പെട്ട ശേഷം ഞങ്ങൾ ഈ പ്രോജക്റ്റ് സ്റ്റോപ്പ് ചെയ്യുകയും അതിനുശേഷമാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഗ്രാഫൈറ്റ്സിനെ ഞങ്ങൾക്ക് കിട്ടി. ഇവരുമായിട്ട് ഞങ്ങൾ ഈ പ്രോജക്റ്റ് ഷെയർ ചെയ്യുകയും അവർ വളരെ ചലഞ്ചിങ് ആയിട്ട് അത് ഏറ്റെടുക്കുകയും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു പ്ലോട്ടിൻ്റെ പരിമിതികൾ മനസ്സിലാക്കി ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു വീട് നിർമ്മിച്ച് തരാം എന്ന് സമ്മതിക്കുകയും ചെയ്യാമായിരുന്നു. അതായത് ഇതിൻ്റെ ബിഗിനിങ് സ്റ്റേജ്. നമ്മുടെ ഈ വീട്ടിൻ്റെ എലിവേഷനിൽ ഭംഗി തരുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ, ഗ്ലാസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യം നമ്മൾ അതിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങിനും കൊടുത്തിട്ടുണ്ട്. ക്ലയൻറ്റിന് ലാൻഡ്സ്കേപ്പിങ്ങിന് ഒരുപാട് പൈസ ഒന്നും മുടക്കരുതാണെന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ അടുത്ത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു മിതമായ രീതിയിലാണ് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നത്. എങ്കിലും അതിന് ഒരുപാട് ഭംഗിയാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഈസ്റ്റ് ഡയറക്ഷനിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് റോഡിൽ നിന്നുള്ള വ്യൂ കൂടുതൽ കിട്ടാനായിട്ട് നമ്മളൊരു കോർട്ട്യാർഡ് പോലെ പണിത്, എക്സ്റ്റീരിയർ കോർട്ട്യാർഡ്സ് ലൈക്ക് ബോത്ത് സൈഡ്സ്, 2 സൈഡിൽ. ആ കോർട്ട്യാർഡിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വെള്ള കളർ ചെമ്പകമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അതിൻ്റെ ബൗണ്ടറി വാളിൽ ഒരു സൈഡിൽ ഫുൾ യെല്ലോ ബാംബൂസ് കൊടുത്തിട്ടുണ്ട്. അതായത് പൈപ്പ് ബാംബൂ എന്ന് പറയും. ഈ ബാംബൂസാണ് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനം. മാസ്റ്റർ ക്രാഫ്റ്റ് സീസൺ 2 ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു വീടിന്റെ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.